വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സ്വർഗപ്രവേശനത്തിൻ്റെ 800-ാം വാർഷികം അനുസ്മരിക്കുമ്പോൾ പരിശുദ്ധ മാർപ്പാപ്പ അസീസി വർഷമായിട്ട് ഈ വർഷത്തെ പ്രഖ്യാപിച്ചു. അല്പസമയം അസീസി പുണ്യവാളൻ്റെ ജീവിതവും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു ചെറിയ ചിന്തയിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇന്ന് AI സ്വാധീനിക്കുന്ന കാലമാണ്. പുതിയ രീതിയിലുള്ള AI സംവിധാനങ്ങൾ. ഒരു ജംഗ്ഷനിൽ വണ്ടി നിർത്തിയിട്ട് മൊബൈൽ ഓൺ ചെയ്തിട്ട് ചോദിക്കുക, ജെമിനി ഞാനിപ്പോൾ എവിടെയാണ്? ഉടനെ ഫോൺ പറയും വേലൂർ ജംഗ്ഷനില്ല. ജെമിനി കാലാവസ്ഥ എങ്ങനെയാണ്? മൂടിക്കിടക്കുകയാണ്. ജെമിനി സമയം എത്രയായി? 11:40 കൃത്യം AI മറുപടി തരും. 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് താമസശേഷനായ ഒരു മനുഷ്യൻ 3 സ്ഥലത്തിരുന്ന് ചോദിച്ചു. 1 കുരിശിൻ്റെ മുമ്പിൽ, 2 കുർബാനയുടെ മുമ്പിൽ, 3 ബൈബിളിൻ്റെ മുമ്പിൽ. ഞാൻ എവിടെ പോകണം, എന്ത് ചെയ്യണം? കുരിശും കുർബാനയും ബൈബിളും ഉത്തരം കൊടുത്തു. ആ ഉത്തരം കണ്ടെത്തിയ മനുഷ്യനെ ലോകം വിളിച്ചു രണ്ടാം ക്രിസ്തു. സഭയിൽ ഒരുപാട് വിശുദ്ധരുണ്ട്, ഒത്തിരി വിശുദ്ധർ. ആരെയും രണ്ടാം ക്രിസ്തുവെന്ന് ഒരിക്കലും വിളിച്ചിട്ടില്ല. വിളിച്ചത് അസീസിലെ ഫ്രാൻസിസിനെ മാത്രം. ദൈവം വിളിച്ചു നടത്തി. ചരിത്രം 2ആയി പകുക്കപ്പെടാറുണ്ട്. ക്രിസ്തുവിന് മുമ്പുള്ള കാലവും ക്രിസ്തുവിന് ശേഷമുള്ള കാലവും. COVID-19 മുമ്പുള്ള കാലവും കോവിഡാനന്തര ലോകവും. അസീസിലെ ഫ്രാൻസിസിന് യേശു തൊടുന്നതിന് മുമ്പുള്ള കാലവും തൊട്ടതിന് ശേഷമുള്ള ഒരു കാലവും ഉണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും സ്വന്തം ഇഷ്ടത്തിൻ്റെ കാലമുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ കാലവുമുണ്ട്. സ്വന്തം ഇഷ്ടത്തിൻ്റെ കാലത്ത് അസീസിലെ ഫ്രാൻസിസ് ആഗ്രഹിച്ചു ഒരു മാടമ്പിയാകണം, നാട്ടിലെ നേതാവാകണം. സ്പൊളേറ്റോ താഴ്വരയിൽ ക്രിസ്തു തൊട്ടപ്പോൾ ഫ്രാൻസിസ് മനസ്സിലായി, എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം മറ്റൊന്നാണ്. ഞാൻ 1976 കാലഘട്ടത്തിൽ പ്രീഡിഗ്രി പഠിക്കുമ്പോൾ ചങ്ങനാശ്ശേരി എൻ്റെ ഒരു സ്ഥലമായിരുന്നു. കേരള വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്നു അന്ന് ഞാൻ. CF സാറിൻ്റെ സഹോദരൻ ഷാജൻ ഫ്രാൻസിസ് എൻ്റെ സഹോദരൻ, സ്നേഹിതൻ. NS കോളേജിലുണ്ടായിരുന്ന രാമൻ നായർ, അദ്ദേഹം BJP-യിലാണ്. മരിച്ചുപോയ TV എബ്രഹാം. പലപ്പോഴും SP കോളേജ് യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ മീറ്റിങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് എൻ്റെ ആഗ്രഹം ഒരു MLA ആകണം, ഒരു വക്കീലാകണം, ഇത് വലുതുമായിരുന്നു. പക്ഷേ 1980 ദൈവം എന്നെ തൊട്ടപ്പോൾ എനിക്ക് തോന്നി, രാഷ്ട്രീയക്കാരൻ്റെ വെള്ളക്കുപ്പായത്തേക്കാൾ ഭേദം താമസൻ്റെ ഒരു കാപ്പിപ്പൊടി കുപ്പായമാണ്. അത് ജീവിതത്തിൽ ഒരു മാറ്റം വരച്ച് ഫ്രാൻസിസിനെ തൊട്ടപ്പോൾ ഫ്രാൻസിസിൻ്റെ പഴയകാലം മറന്നു ഒരു പുതിയ കാലത്തേക്ക് ഫ്രാൻസിസ് കടന്നു വന്നു. ആ യാത്രയിൽ 5 കാര്യങ്ങൾ സംഭവിച്ചു. അത് ഫ്രാൻസിസിനെ രണ്ടാം ക്രിസ്തുവാക്കി മാറ്റി. 5 കാര്യങ്ങൾ ഫ്രാൻസിസിൽ സംഭവിച്ചു. 1 ദ ടച്ച് ഓഫ് ഇറ്റേണിറ്റി, നിത്യത തൊട്ട ജീവിതം. ഫ്രാൻസിസിനെ ദൈവം തൊട്ടു, നിത്യത നശ്വരതയെ തൊട്ടു, സ്വർഗം ഭൂമിയെ തൊട്ടു, ദൈവം മനുഷ്യനെ തൊട്ടു. അതാണ് സ്പൊളേറ്റോ താഴ്വരയിൽ ഫ്രാൻസിസ് യജമാനെ സേവിക്കുന്നു, ഭൃത്യനെ സേവിക്കുന്നു ഉത്തമം. ആ ചോദ്യം ഫ്രാൻസിസിനെ തൊട്ടപ്പോൾ ഫ്രാൻസിസ് പുതിയ മനുഷ്യനായി മാറി. ഫ്രാൻസിസിനെ ദൈവം തൊട്ടത് 3 സ്ഥലങ്ങളിൽ ഇരുന്നപ്പോഴാണ്. കുർബാനയുടെ മുമ്പിൽ, കുരിശിന് മുമ്പിൽ, ബൈബിളിൻ്റെ മുമ്പിൽ. ദൈവം ആത്മായ സഹോദരങ്ങളായ നിങ്ങളെയും അർപ്പിതരായ ഞങ്ങളെയും തൊടുന്നത് 3 സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോഴാണ്. എപ്പോഴും ഓടി നടന്നാൽ ദൈവത്തിന് തൊടാൻ പറ്റിയല്ല. ഫ്രാൻസിസ് ഇരുന്നു കുരിശിന് മുമ്പിൽ, ഫ്രാൻസിസ് ഇരുന്നു സഖാരിയുടെ മുമ്പിൽ, ഫ്രാൻസിസ് ഇരുന്നു ബൈബിളിൻ്റെ മുമ്പിൽ. അപ്പോൾ ദൈവം തൊട്ടു. നമ്മുടെ സന്ധ്യാപ്രാർത്ഥന, നമ്മുടെ കുമ്പസാരം, നമ്മുടെ വിശുദ്ധ കുർബാന, വേദപുസ്തക വായന,
ഭ്രാതൃത്വ കൂട്ടായ്മ, ഇതൊക്കെ ദൈവം തൊടാനുള്ള അവസരമാണ്. എപ്പോഴും ഞങ്ങൾ അച്ഛന്മാരും ഓടി നടക്കും. ഞാനും അരസനും കുളങ്ങാശ്ശേരി അച്ഛനും അച്ഛന്മാരില്ല. അപ്പോൾ ഓടി നടക്കുമ്പോൾ ചില ആൾക്കാർ ഞങ്ങളെ ഒരു ചോദ്യം ചോദിക്കും, അച്ഛനിപ്പം എവിടെയാണ് ഇരിക്കുന്നത്? ഇതുവരെ ഇരുന്നിട്ടില്ല, ഓട്ടമാണ്. ഞാൻ ചോദിക്കും, എവിടെയാണ് ഇരിക്കുന്നത്? ഇപ്പോൾ ഇരിക്കണം, 3 സ്ഥലങ്ങളിൽ നമ്മൾ ഇരിക്കണം. ഇരിക്കുമ്പോൾ ദൈവം നമ്മളെ തൊടും. ദൈവം തൊട്ടാലുള്ള ഒരു വലിയ പ്രത്യേകത ഫ്രാൻസിസ് പുണ്യാൾ നമ്മളെ കാണിച്ചു. ദൈവം തൊടുന്ന മനുഷ്യൻ്റെ ഉറപ്പ്, ഈ ലോകം ഒരു സത്രമാണ്, ഈ ലോകം ഒരു ഇടത്താവളമാണ്, ഇവിടെ സ്ഥിരസ്ഥലമില്ല. അതാണ് ഉൽപ്പത്തി 2:10. ആദം ഹൗവ, നിങ്ങൾ ഏദൻ തോട്ടത്തിൻ്റെ സൂക്ഷിപ്പുകാരും കാവൽക്കാരുമാണ്. ലെബനീസ് മിസ്റ്റിക്കായ ഖലീൽ ജിബ്രാൻ പ്രവാചകൻ എന്ന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി, മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങളാകുന്ന വില്ലിൽ നിന്നും ദൈവവയച്ച അമ്പുകളാണ് നിങ്ങളുടെ മക്കൾ. ഭർത്താവ് എന്ന് സ്വന്തമല്ല. 7 പതിറ്റാണ്ട് കാത്തിട്ട് ഭർത്താവിനെ സിമിത്തേരിയിലേക്ക് ഞാൻ യാത്രയാക്കും. ഭാര്യ എന്ന് സ്വന്തമല്ല, ഏതാനും നാൾ സൂക്ഷിച്ച് അവളെ യാത്രയാകും. മക്കളും സ്വന്തമല്ല, പ്രായപൂർത്തിയാകുമ്പോൾ അവരുടെ വഴിക്ക്. നിങ്ങൾ സൂക്ഷിപ്പുകാരും കാവൽക്കാരുമാണ്. ദൈവത്തിനുമ്പോൾ ഈ ഉറപ്പാണ്. ഈ ഉറപ്പ് കിട്ടിയാൽ പിന്നെ ഭൂമിയിൽ ആരോടും പിണക്കമില്ല, അരിശമില്ല, കോപമില്ല, വെറുപ്പില്ല. ദൈവം തൊട്ടില്ലേ, കുർബാനയ്ക്ക് പോയാലും കുമ്പസാരിച്ചാലും ധ്യാനം കൂടിയാലും നമുക്ക് ഈ പിണക്കവും വിദ്വേഷവും ഉള്ളിൽ നിന്ന് പോവുകയാണ്. ചാക്കോ ചേട്ടനും ഏലിയാമ്മ ചേട്ടനും 2 പേരും നല്ലവരാണ്. പക്ഷേ പിണങ്ങിയാൽ 1 മാസം മിണ്ടാതെ മസിൽ പിടിച്ചിരിക്കും. അങ്ങനെ പിണങ്ങിയിരുന്ന ഒരു ഞായറാഴ്ച ഏലിയാമ്മ ചേട്ടന് രാവിലെ 7:30 കുർബാനയ്ക്ക് പള്ളിയിൽ പോയി. ചാക്കോ ചേട്ടൻ പ്ലാവിൽ കയറി ചക്കയിട്ടു. ചക്കയും പോത്തും കൂടെ വൈകിട്ട് കഴിക്കാൻ വേണ്ടി ഞെരുപ്പിൽ വെട്ടിയപ്പോൾ ഉന്നം തെറ്റി. ചാക്കോ വരുന്ന കൊമ്പേ വന്ന് വീണു. ചക്കയും ചാക്കോയും കൊമ്പും കൂടി ഒടിഞ്ഞ് താഴെ വീണു. ഒരം തെന്നിപ്പോയി, ഉപ്പൂരി ചടങ്ങിപ്പോയി, തൊലി കീറിപ്പോയി. ആൾക്കാർ ചാക്കോ ചേട്ടനെ താങ്ങിയെടുത്ത് ആശുപത്രി കൊണ്ടു. കുറേ പേര് പള്ളിയിൽ വന്ന് പറഞ്ഞു, ഏലിയാമ്മ ചാക്കോ പ്ലാവേന്ന് വീണു, എന്തോ ഗൗരവമായിട്ട് പറ്റിയിട്ടുണ്ട്. എല്ലാം വന്ന് ഏലിയാമ്മ നെഞ്ചത്തടിച്ചു. അയ്യോ എൻ്റെ ചാക്കോ, എൻ്റെ ചാക്കോ, ഇടിച്ചോണ്ട് ആശുപത്രി വന്നു. 2 ഇഞ്ചക്ഷനും ഒരു ഗുളികയും അല്പം മരുന്ന് കൊടുത്തപ്പോൾ ചാക്കോ ചേട്ടൻ്റെ നൊമ്പരം പോയി. ചാക്കോ ചേട്ടൻ കട്ടിൽ നിന്ന് ഊറിച്ചിരിച്ചു. അപ്പോൾ ഏലിയാമ്മ അയ്യോ 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 ഈ ഇടി തുടർന്നു. ആൾക്കാർ പറഞ്ഞു, ഏലിയാമ്മ ചാക്കോയുടെ വേദന പോയല്ലോ, പിന്നെന്തിനാ ഏലിയാമ്മ കരയുന്നത്? ഏലിയാമ്മയുടെ മറുപടി, ചാക്കോയുടെ വേദന പോയെന്ന് പറഞ്ഞാലും പ്ലാവേന്ന് വീഴുന്നത് കാണാൻ പറ്റിയില്ലല്ലോ, അയ്യോ അയ്യോ. അപ്പം ദൈവം തൊട്ടില്ലേ, ചെറുതും വലുതുമായ പിണക്കം മനസ്സിലാക്കണം. ദൈവം തൊടുമ്പോൾ ഒരു പിണക്കവുമില്ല. നമ്മൾ വെറും സൂക്ഷിക്കുക. ആരോട് പിണങ്ങാനാ? ഒരാൾ എത്ര വലുതായാലും എന്തിനു അസൂയപ്പെടാനാ? ഏത് രോഗം വന്നാലും എന്തിനു വാടാനാ? എന്ത് കമൻറ്റ് വന്നാലും എന്തിനു തകരാനാ? ദൈവം തുടർന്നറിയാം, എല്ലാം കടന്നുപോകും. സ്പൊളേറ്റൊത്താഴ്വരി ഫ്രാൻസിസിനെ ക്രിസ്തു തൊട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൽ മാറ്റം വന്നു. ദൈവം തൊടുന്നവർക്കുള്ള ഒരു വലിയ ഉറപ്പ്, ജീവിതത്തിൽ ഇവിടം സ്ഥിരവാസമല്ല. ഇംഗ്ലണ്ടിലെ പ്രശസ്തനായ സുവിശേഷ പ്രഘോഷകൻ T.L. മൂഡി, അദ്ദേഹം ലിവർപൂളിലെ കപ്പൽ കയറി വിദൂരസ്ഥമായ ആഫ്രിക്കയിൽ സുവിശേഷം പ്രസംഗിച്ചു. 2 വർഷം കൊണ്ട് ആയിരങ്ങളെ കർത്താവിന് വേണ്ടി നേടിക്കഴിഞ്ഞ T.L. മൂഡി തിരിച്ച് ഇംഗ്ലണ്ടിൽ വീട്ടുകാരെ കാണാൻ വേണ്ടി മടക്കയാത്ര നടത്തുന്നു. കപ്പല യാത്രയാണ്. മെസ്സേജ് അയച്ചു, കാത്തു നിൽക്കണം. അത് എത്തിയപ്പോൾ വീട്ടുകാർക്ക് മെസ്സേജ് കിട്ടിയിട്ടില്ല, ആരുമില്ല. T.L. മൂഡി തുറമുഖത്ത് മുട്ടുകുത്തി കൈ വിരിച്ച് നിറഞ്ഞ കണ്ണുകളോടെ പ്രാർത്ഥിച്ചു, ക്രിസ്തുവേ, നിനക്ക് വേണ്ടി വിദൂരസ്ഥമായ ആഫ്രിക്കയിൽ പോയി ഇത്രയേറെ പ്രസംഗിച്ചിട്ട് തിരിച്ച് ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ വന്നപ്പോൾ, സ്വന്തം വീട്ടിൽ വന്നപ്പോൾ എന്നെ കാത്തു നിൽക്കാൻ ആരും ഇല്ലാതെ പോയല്ലോ. പെട്ടെന്ന് ഒരു അശരീര്യം മുഴങ്ങി, അല്ലയോ മൂടനായ മനുഷ്യ, ആരാ നിന്നോട് പറഞ്ഞത് നീ നിൻ്റെ സ്വന്തം വീട്ടിലേക്ക്? നീ എത്തിയിരിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. ഒരു ദിവസം നീ നിൻ്റെ സ്വന്തം വീട്ടിലെത്തും. അവിടെ ക്രിസ്തുവും അവരുടെ കോടാനുകൂടി മാലാഖമാരും
നിന്നെ കാത്തു നിൽക്കും. നീ എത്തിയത് ഒരു വാടക വീട്ടിലാണ്. ഒരു ദിവസം നീ നിന്റെ സ്വന്തം വീട്ടിലെത്തും. അവിടെ ക്രിസ്തുവും അവരുടെ കോടാനുകൂടി മാലാഖമാരും നിന്നെ കാത്തു നിൽക്കും. ഇതായിരുന്നു ഫ്രാൻസിസ് അസിസിയുടെ ഉറപ്പ്. കൊടും മഞ്ഞത്ത് സഹോദരങ്ങൾ കൊട്ടിയടിച്ചപ്പോൾ, പരിഹസിച്ചപ്പോൾ, പ്രാന്തനെന്ന് വിളിച്ചപ്പോൾ, കല്ലെറിഞ്ഞപ്പോൾ ഒരൊറ്റ ഉറപ്പുണ്ട്: ഇത് വാടക വീടാണ്, ഒരു സ്വന്തം വീട്. ബേരൂരിലെ നിങ്ങളുടെ വീട് വാടക വീടാണ്. ഏത് വീട്ടിൽ ഏത് ഇടവയിൽ വന്നു അതെല്ലാം വാടക വീടാണ്. കാരണം നമുക്കറിയാം, വാടക വീട് സ്ഥിരതാമസമല്ല. ഫ്രാൻസിസ് അറിയാം, ഈ ദേഹം ഒരു വാടക വീട്, അപ്പൻ്റെ കൊട്ടാരം ഒരു വാടക വീട്, ഭൂമിയിലെ പർണശാലകൾ ഒരു വാടക വീട്. അതല്ലതന്നെയാകാം, അത് രക്ഷ്യമാകും, എവിടെയാകട്ടെ, ഇതെല്ലാം ഒരു വാടക വീട്, അതിനപ്പുറത്ത് ഒന്നുമല്ല എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ്. പലപ്പോഴും നമ്മുടെ ഓർമ്മ നമ്മൾ ഈ ഭൂമിയിൽ സ്ഥിരതാമസക്കാരാണ്. ചില മനുഷ്യരും മറ്റും പെര പണിത കണ്ടാൽ തോന്നും, ലോകാവസാനം കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഇവിടെ ഈ കക്ഷി ഇവിടെ ജീവിച്ചിട്ടേ പോകുന്നുള്ളൂ. എത്ര ആൾക്കാരെ കാണാം. ഞാൻ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയിൽ മിഷൻ ധ്യാനം നടത്തുമ്പോൾ SP കോളേജിനടുത്തുള്ള ഒരു വീട് വെച്ചിരിക്കാൻ ചെന്നു. ഒരു അമേരിക്കൻ സുഹൃത്തിൻ്റെ വീട്. എത്ര മുറികളാണ്! വെഞ്ചരിച്ച് എൻ്റെ വലയുടെ ഓരം തെന്നിപ്പോയി. മരപ്പര, പുളിപ്പര, ഷീറ്റ് വര, പുകപ്പര. വെഞ്ചരിക്കാൻ കയറിയത് SP അവിടെ. വെഞ്ചരിച്ചിറങ്ങിയപ്പോൾ വാഴപ്പള്ളി ഗസമനി ആശ്രമമായി ഇത്രയും മുഴുവൻ കെട്ടിടങ്ങൾ. എത്ര മുഴത്തെ വീട് ഇട്ടിട്ടു പോകും. അതല്ലേ, മരിച്ചു കഴിഞ്ഞാൽ മൃതശരീരം മുറ്റത്ത് വെക്കും. എടുക്കാൻ നേരത്ത് പ്രിയപ്പെട്ട ഭാര്യയോ പ്രിയപ്പെട്ട മക്കളോ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയോ പറയുമോ, കഷ്ടപ്പെട്ട് വീട് പണിത അപ്പനല്ലേ, ഒന്നുകൂടെ മുറി കയറ്റി കട്ടിലേക്ക് കിടപ്പാം. എല്ലാവരും നോക്കും, മഴക്കാറുണ്ട്, മൂടലായി, ഈച്ച പറക്കുന്നുണ്ട്, വേഗം മാന്തിയിടാം. ഏത് മെത്രാനും ഏത് മാർപ്പാപ്പായും തളർന്നു കിടന്നു വെറും പട്ടിയുടെ വില ഞാൻ കണ്ടിട്ടുണ്ട്. പിതാക്കന്മാരെ കണ്ടിട്ടുണ്ട്, ആത്മാരെ കണ്ടിട്ടുണ്ട്, വൈദ്യരെ കണ്ടു. എല്ലാവരും പറയും, ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഒന്നും സ്ഥിരമല്ല. നിങ്ങൾ ഓമനിച്ച് വരുന്ന മക്കൾ നാളെ പറയും, ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി. കുഞ്ഞുനാളിൽ 5 മക്കളുണ്ടോ, 5 മക്കളും കൂടെ അമ്മയെ കെട്ടിപ്പിടിച്ച് കടിച്ചു പറിക്കും. എന്നുള്ളതും എൻ്റെ അമ്മ, എൻ്റെ അമ്മ, എൻ്റെ അമ്മ, എല്ലാവരെയും മാറ്റിവിടും. പ്രായമായിട്ട് കിടക്കുമ്പോൾ പറയും, ഇത് നിന്നെയും കൂടെ അമ്മയാണ്. ഇതാണ് ലോകത്തിൻ്റെ ഗതി. ഇവിടെയാണ് വാടക വീട്ടിലെ താമസക്കാർ. അങ്ങനെ താമസിക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം കിട്ടും. കാലാകാലങ്ങളിൽ പലരും ചോദിച്ചു ചോദ്യങ്ങൾ, എത്രയോ ചോദ്യങ്ങൾ. അബ്രാഹാം പറഞ്ഞു, ഞാൻ വൃദ്ധനല്ലേ, അപ്പനാകുമോ? മറിയം പറഞ്ഞു, കന്യകയല്ലേ, കുഞ്ഞുണ്ടാകുമോ? സാറ പറഞ്ഞു, പ്രായം കഴിഞ്ഞവളല്ലേ, ഇനി അമ്മയാകാൻ പറ്റുമോ? സക്രിയായും പറഞ്ഞു, ഞാൻ വൃദ്ധനല്ലേ. ദൈവം ഉത്തരം കൊടുത്തു. ലൂക്കാ 1:32 മുതൽ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശ്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ വന്ന് നിറയും. ഇതാണ് നമുക്കുള്ള ഉത്തരം. ഫ്രാൻസിസ് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യും? ലോകത്തിൽ നൃത്തം ചവിട്ടിയവന, ലോകത്തിൽ വീഞ്ഞു കുടിച്ചവന, ലോകത്തിൽ സുഖിച്ചവന, ഇനി എന്ത്? ദൈവത്തിൻ്റെ മറുപടി, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശ്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ വന്ന് നിറയും. പ്രിയപ്പെട്ടവരെ, അസീസിയിലെ ഫ്രാൻസിസിനെ പോലെ നമുക്കും വെച്ചു കൊടുക്കാം. ദൈവം നമ്മളെ തൊഴട്ടെ. ഈ ഒരു സംഗമമായി ഒതുങ്ങാതെ എപ്പോഴും ഫ്രാൻസിസിനെ പോലെ കുരിശിൽ കുർബാനയിൽ ക്രിസ്തുവിനെ തേടിക്കൊണ്ടിരിക്കുക. തേടുമ്പോൾ അവൻ നമ്മളെ തൊടും. 800-ാം വർഷത്തിൽ ഈ ചിന്ത ആഴമായി പതിപ്പിക്കുക.